ഹലോ, ഇന്നൊരു അക്വേറിയം സെറ്റ് ചെയ്യാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് കഴുകുമ്പോൾ സോപ്പ്, ഡിറ്റർജൻറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകിക്കഴിഞ്ഞാൽ മീനുകളൊക്കെ പെട്ടെന്ന് ചത്തുപോകും. പിന്നെ കുറച്ചൊക്കെ ഡെക്കറേഷനൊക്കെ ആവാം കേട്ടോ. എനിക്കിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിയതാണ്. പിന്നെ മീനുകൾക്കൊക്കെ കളിക്കാനൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കാൻ ഒക്കെ രസമാണല്ലോ. ടാങ്ക് ഇതാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഗ്ലാസിൻ്റെ തിക്നെസ് ശ്രദ്ധിക്കണം. പിന്നെ സൈഡിലൊക്കെ നല്ല ഇത് ജനലിൻ്റെ അരികത്ത് വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാട്ടോ. അപ്പോൾ ഗ്ലാസ് കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ സൈഡൊന്നും മൂർച്ചയൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ കഴുകുമ്പോഴൊക്കെ കയ്യിൽ മിക്കവാറും മുറിയാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെ ഒന്ന് മിനുസാക്കി മുറിയാവാത്ത രീതിയിൽ വേണം അക്വേറിയത്തിൻ്റെ ഗ്ലാസ് സെറ്റ് ചെയ്യുമ്പോൾ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇടുന്നതിന് പുറമെ കുറച്ച് മണലും കൂടി ആഡ് ചെയ്യണത് നല്ലതാണ് കേട്ടോ. ഞാൻ മണ്ണിൽ ആഡ് ചെയ്യണത് ഇതിൽ കാണിച്ചിട്ടില്ല, പക്ഷേ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെടികൾ ആദ്യം ഞാൻ വേറെ കുറേ ഇങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ചെടികളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. പക്ഷേ മണി പ്ലാന്റ് വെച്ചു. മണി പ്ലാന്റ് നല്ലതായിരുന്നു. പിന്നെ ഇതേ ഇങ്ങനെ ഒരു ചെടി, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നല്ല രസമാണ്, അക്വേറിയത്തിലൊക്കെ ഇടാൻ നല്ല രസമാണ്. കൂടുതൽ മണ്ണോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചാൽ നല്ല പോലെ അങ്ങനെ പൊന്തി വരും കേട്ടോ. ആദ്യം കുറച്ച് 2-3 പീസ് മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വലിയൊരു പീസ് വെച്ചു കേട്ടോ. വെള്ളം ആഡ് ചെയ്യുമ്പോൾ അതിൽ സെറ്റ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ അങ്ങനെ മറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ മുകളിലേക്ക് ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ സെറ്റായി കേട്ടോ. ആ പച്ച നിറത്തിൽ വെച്ചിട്ടുള്ള ആ സാധനം ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത് കളഞ്ഞു. ഇതെന്തോ ഒരു സെറ്റായില്ല. പിന്നെ ഇത് അക്വേറിയത്തിൽ വെക്കണ ചെടിയാണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കി കേട്ടോ. ഇനി മീനുകൾക്ക് വെള്ളത്തിൻ്റെ അടിയിൽ ഉണ്ടാവണ ഒരു സൈസ് സംഭവം തന്നെയാണ്. എന്നിരുന്നാലും അത് മീനുകൾക്ക് പറ്റില്ലെന്ന് അറിയില്ലല്ലോ. ഒരു പായൽ പോലത്തെ ഒക്കെ ഒരു ചെടിയാണത്. അങ്ങനെ മതിലിൻ്റെ സൈഡിലൊക്കെ പറ്റി വളരുന്ന ഒരു സൈസാണ്. ടെററിയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇത് നല്ലതായിരിക്കും. പക്ഷെ അക്വേറിയത്തിന് ഇത് ആപ്റ്റ് ആവുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പിന്നെ മെല്ലെ പിടിച്ചിട്ടുണ്ടായിരുന്ന മീനുകളൊക്കെ അതിലേക്ക് ഇട്ടു കേട്ടോ. നെറ്റ് വെച്ചിട്ടാണ് ഇടാറ്, പക്ഷെ ഞാൻ ഇപ്രാവശ്യം കൈ വെച്ചിട്ട് തന്നെ ഇട്ടു. പിന്നെ കുഞ്ഞിതൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിതൊക്കെ നെറ്റിൽ തന്നെ എടുത്തിട്ടിട്ടു. അത് നമ്മൾ പിടിക്കുമ്പോൾ അതിന് എന്തെങ്കിലും പറ്റിയാലോ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ചെറിയതൊക്കെ നെറ്റിൽ തന്നെ ഇട്ടു. വലുത് പിന്നെ വെള്ളത്തിൽ നമുക്ക് കറക്റ്റായി എടുക്കാമല്ലോ. അതപ്പോൾ കൈ കൊണ്ട് തന്നെ ഇട്ടു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ മണൽ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മണൽ ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്നും എടുത്തിട്ടില്ല വീഡിയോ. പിന്നെ ഈ മുകളിൽ വെച്ച ചെടി ഉണ്ടല്ലോ, അത് ഒരു ഗ്ലാസ്സിൽ ആദ്യം വെള്ളത്തിൽ കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ആദ്യം 2-3 വെച്ചു. പിന്നെ ഇത് കണ്ടോ, ഇതുപോലെ അങ്ങനെ നല്ലോണം സെറ്റ് ചെയ്ത് കൊടുത്തു. ഇത് കുറേ ദിവസം കഴിഞ്ഞിട്ടുള്ള അക്വേറിയമാണ് കേട്ടോ. ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഈ മീനുകൾക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിരിക്കാനും കളിക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഒരു ഫ്രഷ്നെസ്സും ഉണ്ടാവും എപ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചെടികൾ വെച്ച്. ഇതൊറ്റ ചെടിയാണ് കേട്ടോ. ഒറ്റ ചെടി ഇങ്ങനെ നല്ല രസത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അക്വേറിയത്തിൽ ഒരു ചന്ത ആവുമല്ലോ. ഇതൊരു ഗ്ലാസ് ടാങ്കാണ് കേട്ടോ. മീഡിയം സൈസാണ്. ഹോമിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ജനലിൻ്റെ അരികത്തൊക്കെ, അല്ലെങ്കിൽ റൂമിൽ, ബെഡ്റൂം അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയൊരു ചെറിയ സൈസ് അക്വേറിയമാണ് കേട്ടോ. ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഇതൊന്നുമല്ല, ഞാൻ സാധാരണ രീതിക്ക് അറിയുള്ളൂ. അപ്പോൾ അറിയാവുന്ന ലെവൽ വെച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഞാൻ ഇത് കുറേ ആയി യൂസ് ചെയ്യണം. അപ്പോൾ വളരെ നല്ലതായിട്ട് തോന്നി.
വലുതായിട്ട് മീനുകളൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കണ പോലെയൊക്കെ തോന്നി. അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. വാട്ടർ എപ്പോഴും ക്ലീനാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിന് മീനുകളൊക്കെ ചത്തുപോകാനുള്ളൊക്കെ ചാൻസ് കൂടുതലാണ്, അധികം പൂപ്പലും പായലൊക്കെ ആയിക്കഴിഞ്ഞാൽ. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം പറഞ്ഞാൽ ഫിൽറ്റർ വയ്ക്കുന്നത് നല്ലതാണ്. ഞാൻ ഇതുവരെ ഫിൽറ്റർ വെച്ചിട്ടില്ല. വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഫിഷൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കും. ഞാൻ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കാറാണ് ചെയ്യാറ്. എപ്പോഴെങ്കിലുമൊക്കെ കച്ചറായി തോന്നുമ്പോൾ മീനൊക്കെ ഇപ്പം ഞാൻ വെള്ളം മാറ്റിയപ്പോൾ എടുത്തതാണ് കേട്ടോ, മീൻ ആഡ് ചെയ്തിട്ടില്ല. വെള്ളം മാറ്റിയിട്ട് എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. മീനുകളിനൊക്കെ മെല്ലെ നെറ്റിൽ പിടിച്ചിട്ട് ഒരു കവറിലാക്കിയിട്ട് വെച്ചിറക്കുകയാണ്. ഇനി ഇത് മെല്ലെ അക്വേറിയത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.